ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ SCERT 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നുള്ള 9ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് SCERT 9ാമത്തെ ചാപ്റ്റർ ബേസിക് സയൻസിൽ നിന്നുള്ള 9ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചാണ് പഠിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമ്മുടെ കേരളം എത്ര മനോഹരമാണ്, കണ്ണിന് കുളിർമ നൽകുന്ന എത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. എന്നാൽ മനുഷ്യൻ്റെ അശാസ്ത്രീയ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. അവയുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, കത്തിച്ച് ഇടുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലാതുള്ള മാലിന്യങ്ങളൊക്കെ നമ്മുടെ നദികളിൽ, തോടുകളിലൊക്കെ ഒഴുക്കിവിടുന്ന ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ. അപ്പോൾ നമുക്കറിയാം, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകാറുണ്ട്. പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്ക് നിലച്ച ജലാശയങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു പ്ലാസ്റ്റിക് അതുപോലെ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാൽ നമ്മുടെ നദികളും ജല സ്രോതസ്സുകളൊക്കെ എന്ത് ചെയ്യും, മലിനമായി തീരും. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ ധാരാളം ചുറ്റുപാടൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ്? പുക മൂലം വായു മലിനമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങളിലേക്ക് ഖരമാലിന്യം അതുപോലെ പ്ലാസ്റ്റിക് എന്നിവ വലിച്ചെറിയുന്നത് മൂലം എന്താ സംഭവിക്കുന്നത്? നമുക്ക് ശുദ്ധജലം ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. അതായത് ജലം മലിനമാകുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം ഉണ്ടാകാറുണ്ട്. മലിനീകരണം വരുത്തിവെക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. മലിനീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നമുക്കറിയാം, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളും ഉണ്ടാകാറുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കൽ മൂലം പുകയുണ്ടാകുന്നു. അത് വായുവിൽ പടരുന്നു. ആ വായു നമ്മൾ ശ്വസിക്കുന്നു. അതുമൂലം മനുഷ്യ അതുപോലെ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇനി കത്തിത്തീരാത്ത അവശിഷ്ടങ്ങളാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ജലത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുടിക്കുന്ന ജലത്തിൽ പകരുന്നു. അത് അല്ലെങ്കിൽ മണ്ണിലൂടെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. അതും മനുഷ്യൻ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് നമ്മൾ പറഞ്ഞത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും? അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് നമ്മൾ വിശകലനം ചെയ്താൽ നമുക്കത് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? അത് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? കാർബൺ മോണോക്സൈഡ്. കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിലായാൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ
ബാധിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു രാസവസ്തുവാണ് ഏതെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചയെ, അതുപോലെ നമ്മുടെ പിന്നെ നമുക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു, ഇങ്ങനെ നിരവധി അവസ്ഥകളിലേക്ക് കടന്നു പോകും. ഇനി കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു. അപ്പോൾ കൂടിയ അളവിലാണ് ഇത് ശ്വസിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? മരണത്തിന് കാരണമാകും. ഇനി സൾഫർ ഡയോക്സൈഡ്, അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന മറ്റൊരു രാസവസ്തുവാണ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് പറഞ്ഞു, ഇപ്പോൾ ഇതെന്താണ്? സൾഫർ ഡയോക്സൈഡ്. ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ത്? ഈ സൾഫർ ഡയോക്സൈഡ് ശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നത് ഏതാണ്? സൾഫർ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ്. ഇനി നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന വസ്തുവാണ് നൈട്രജൻ ഡയോക്സൈഡ്. അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ എന്ത് ചെയ്യുന്നു? ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ നമ്മുടെ ശ്വാസകോശത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ എന്നിവ ഉണ്ടാകുന്നു. ഇത് ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നു. ഇനി ഡയോക്സിനുകളുണ്ട്. ഇതിലൂടെ പുറപ്പെടുന്ന ഡയോക്സിനുകൾ അതെന്താണ്? ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഏതാണ്? ഈ ഡയോക്സിനുകൾ മൂലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇവ നമുക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വായു മലിനീകരണം മൂലവും നമുക്ക് എന്താണ് പ്രശ്നമുണ്ടാകുന്നു? അപ്പോൾ ഈ വായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ അടുത്ത് പറയുന്നത്. വായുവിൽ സ്വാഭാവികമായി കാണുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ വായുവിലുള്ള അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജനാണ്. അപ്പോൾ വായുവിലെ നൈട്രജൻ എന്ന് പറയുന്നത് 78% നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21% ഓക്സിജൻ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് 0.04%. അതുപോലെ മറ്റുള്ളവയെല്ലാം കൂടി ചേർത്ത് 0.96%. അപ്പോൾ ഇതാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ വായുവിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? നൈട്രജൻ. ഏറ്റവും രണ്ടാം സ്ഥാനത്തുള്ളത് 21%മായി ഓക്സിജൻ. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.04%. മറ്റുള്ളവയെല്ലാം കൂടി ചേർത്ത് എത്ര ശതമാനമുണ്ട്? 0.96% ഉള്ളത്. ഇനി അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ട്? അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അതുപോലെ മറ്റ് ഘടകങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ പറഞ്ഞു നൈട്രജനാണ്. വായുവിലെ ഓക്സിജൻ്റെ അളവ് 21%. പൈ ഡയഗ്രാം വിശകലനം ചെയ്തതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴും മറ്റ് അന്തരീക്ഷ വായുവിലെ രാസവസ്തുക്കൾ കലരുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നു? വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു. ഇനി എന്താണ് വായു മലിനീകരണം? വായു മലിനീകരണത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അപ്പോൾ വായു മലിനീകരണത്തിന് കാരണം എന്തൊക്കെയാണ്? അന്തരീക്ഷ വായുവിലെ പുക, വിഷവാതകങ്ങൾ, മറ്റ് രാസപദാർത്ഥങ്ങളൊക്കെ കലരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വായു മലിനീകരണം സംഭവിക്കുന്നത്.
അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ വായുമലിനീകരണത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനമുണ്ട്, ഭൂകമ്പമുണ്ട്, അതുപോലെ ഇവയൊക്കെ എന്താണ്, പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ നമ്മുടെ വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായുമലിനീകരണത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. അടുത്ത പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്? അപ്പം നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. വിറകടുപ്പ് ഉപയോഗിക്കാറുണ്ട്, മണ്ണെണ്ണ സ്റ്റൗ, അതുപോലെ ഗ്യാസ് സ്റ്റൗ എന്നിവ, ഇലക്ട്രിക് അടുപ്പ്, ഇതൊക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? പാചകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി വിറകടുപ്പ് ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? വിറക് ആണ്. മണ്ണെണ്ണ സ്റ്റൗവിലാണെങ്കിലോ മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ. അതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? LPG അല്ലെങ്കിൽ ഗ്യാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഏതൊക്കെയാണ്? നമ്മുടെ വിറക്, മണ്ണെണ്ണ, പാചകവാതകം എന്നിവ കത്തുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത് എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകാറുണ്ട്, അതുപോലെ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? എന്തൊക്കെയാണ്? ചിമ്മിനി നിർമ്മിക്കൽ, മതിയായ വെന്റിലേഷൻ, ഇതൊക്കെ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായുമലിനീകരണം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ്. ഇനി അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വാഹനങ്ങളിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമുക്കറിയാം, പെട്രോള്, ഡീസല്, പിന്നെ അതുപോലെ ഗ്യാസ്, ഇതൊക്കെ നമ്മൾ, അതുപോലെ വൈദ്യുതി, ഇതെല്ലാം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. വാഹനങ്ങളും വായു മലിനീകരണവും. പെട്രോൾ, അതുപോലെ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും പുകപടലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ വാഹനപ്പെരുപ്പത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ 2013 മാറ്റമാണ് താഴെ ബാർ ഡയഗ്രാമിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ 2013 മുതൽ കേരളത്തിലുള്ള വാഹന ഉപയോഗങ്ങളുടെ വർധനവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2013 80 ലക്ഷം വാഹനങ്ങൾ ഉണ്ടായിരുന്നത് 2015 94 ലക്ഷം, 2017 1 കോടി ലക്ഷമായി. പിന്നീടത് 2019 1 കോടി 33 ലക്ഷം ആയി. 2021 1 കോടി 48 ലക്ഷം, 2023 1 കോടി 63 ലക്ഷം വാഹനങ്ങൾ. അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യുന്നു? ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. 2013 വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്? 80 ലക്ഷമായിരുന്നു. 2023 വാഹനങ്ങളുടെ എണ്ണം എത്രയായി? 2023 1 കോടി 63 ലക്ഷം. 2013 നിന്ന് 2023 ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അപ്പോൾ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇരട്ടി വ്യത്യാസമുണ്ടായി. ഇനി പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയാണ് ബാധിക്കുക? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണകരമാണ് എന്നാണ് പറയുന്നത്. ഇനി പുക പരിശോധന. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? വാഹന പുക പരിശോധന കേന്ദ്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്.
അപ്പോൾ വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാർ, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ സാധിക്കും. പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായകമാകുന്നത്? അപ്പോൾ അടുത്ത് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ EV എന്നെഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകത അതിൻ്റെ നിറം എന്തായിരിക്കും? പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് ആയിരിക്കും അതിൽ വച്ചിരിക്കുന്നത്. അതിൽ EV ഇലക്ട്രിക് വെഹിക്കിൾ വാഹനങ്ങൾ എന്ന് പേര് കാണും. പെട്രോൾ, ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മേന്മ എന്താണ്? കരിയോ പുകയോ ഒന്നും പുറത്തുവിടാത്തതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. വായു മലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കുള്ളവർക്കാണ്. ഇന്ധനങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായു മലിനീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഇത് കൂടാതെ മറ്റെന്തെല്ലാം രീതിയിൽ വായു മലിനമാകുന്നു എന്ന് നമ്മൾ നോക്കാം. നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് താഴെ കൊടുത്തിരിക്കുന്ന പൈ ഡയഗ്രാം വിശകലനം ചെയ്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് 45% മലിനീകരണം ഉണ്ടാകാറുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കുന്നതിൽ നിന്ന് 17% മലിനീകരണം, വാഹനങ്ങളിൽ നിന്ന് 14%, ഡീസൽ ജനറേറ്ററിൽ നിന്ന് 9%, വ്യവസായങ്ങളിൽ നിന്ന് 8%, ഗാർഹിക പാചകത്തിൽ നിന്ന് 7%. ഇങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തുന്ന രീതികൾ. ഏതെല്ലാം രീതികളിലാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, വായു മലിനീകരണം പ്രധാനമായും സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതലായവയിലൂടെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു മാലിന്യങ്ങൾ കത്തിക്കുന്നത് മൂലമാണ് 2ാം സ്ഥാനത്ത് വായു മലിനീകരണം ഉണ്ടാകുന്നത്. അടുത്ത് നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അടുത്ത് വരുന്നത്. അതുപോലെ ഡീസൽ ജനറേറ്റർ വഴി 9%, വ്യവസായങ്ങൾ വഴിയും ഗാർഹിക പാചകം വഴി വരെ വായു മലിനീകരണം ഉണ്ടാകുന്നു. വായു മലിനമാകുന്ന വിവിധ രീതികളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വായു മലിനീകരണത്തിൻ്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ സെമിനാർ സംഘടിപ്പിക്കാനൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് വർക്കുകൾ. ഇനി ഭൂമിയിലെ ജലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭൂമിയുടെ 2/3 ഭാഗവും, അപ്പോൾ ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്? മഞ്ഞുപാളികൾ, ഹിമാനികൾ മുതലായവയുടെ രൂപത്തിൽ, നീരാവിയുടെ രൂപത്തിൽ, ജലത്തിൻ്റെ രൂപത്തിൽ ഒക്കെ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ജലം കാണപ്പെടുന്നു. ഇനി വെള്ളം സർവത്ര. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% എന്താണ്? സമുദ്രജലമാണ്. അപ്പോൾ ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രജലം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്? 97% എന്താണ്? സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം. അതായത് ഉപ്പ് കലരാത്ത ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3% മാത്രമാണ്. ശുദ്ധജലത്തിൻ്റെ ഏകദേശം 60% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ 69% കാണുന്നത് എങ്ങനെയാണ്? മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ മഞ്ഞുപാളി ആയതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭജലമാണ്. അപ്പോൾ 30% എന്താണ്? ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിൻ്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായുള്ളത്. അപ്പോൾ മൊത്തം ശുദ്ധജലം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധജലത്തിൻ്റെ ആകെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 0.3% മാത്രമാണ്. 0.3% മാത്രമാണ്. ഇനി ഭൂഗർഭജലം 30.1% ഉണ്ട്. മഞ്ഞുപാളി 68.7% ഉണ്ട്. ശുദ്ധജലം 3% ഉണ്ട്. പക്ഷേ അതിൽ ഉപരിതല ജലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3% മാത്രമാണ്. ഉപ്പ് ജലം 97% ഉണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് 0.3%.
ഇനി പുഴ അന്നും ഇന്നും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത്. ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു മുത്തച്ഛൻ പറയുന്നതാണ് തന്നിരിക്കുന്നത്. ഒരു പുഴയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ തന്നിരിക്കുന്നത്. ജലാശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മലിനീകരിക്കപ്പെടുന്നത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ, രാസവസ്തുക്കൾ ഒഴുകുന്നതിലൂടെ അല്ലെങ്കിൽ ഒഴുകിയെത്തുന്നതിലൂടെ, ഖരമാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യാം? ജലാശയങ്ങൾ മലിനമാകാം. പായലും ആൽഗകളും നിറഞ്ഞ് മലിനമായ ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുണ്ടോ? ആൽഗകളും പായലും ഒക്കെ നിറഞ്ഞൊരു ജലാശയമാണിത്. അപ്പോൾ എന്താണ് ജലാശയത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? യൂട്രോഫിക്കേഷൻ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് നോക്കാം. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. അപ്പോൾ ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണം യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ്. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നൈട്രജൻ കലർന്ന രാസവളങ്ങളൊക്കെ ഒഴുകിയെത്തുന്ന ആ ഒരു ജലാശയത്തിലാണ് എന്ത് കാണുന്നത്? ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം കാണുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണം എന്താണ്? ഈ യൂട്രോഫിക്കേഷനാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്തും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? ജലാശയങ്ങളിലേക്ക് ഒഴുകുന്നത്. ഇനി വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ ഒഴുക്കിവിടുന്നത്. അതുപോലെ പിന്നെ കീടനാശിനികളുടെ അമിത വളപ്രയോഗം, പിന്നെ ഇനി വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്. ഇതൊക്കെ എന്തിന് കാരണമാണ്? നമ്മുടെ ജലാശയങ്ങളുടെ നാശത്തിന് കാരണമാണ്. അപ്പോൾ രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടൽ, അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്, വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നത്, ഇവയൊക്കെ എന്തിന് കാരണമാണ്? നമ്മുടെ ജലാശയങ്ങൾ നശിച്ചു പോകുന്നതിന് കാരണമാണ്, അല്ലെങ്കിൽ ജലമലിനീകരണത്തിന് കാരണമാണ്. അപ്പോൾ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എല്ലാ രീതിയിലുമുള്ള മലിനീകരണങ്ങളിൽ നിന്ന് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുവാൻ നമുക്ക് നിരവധി നടപടികളൊക്കെ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ജലസ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ള സ്രോതസ്സുകൾ. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കുട്ടികൾക്കുള്ള പഠനമാണ്. ഇനി കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? തെളിഞ്ഞ ജലമായിരിക്കണം, നിറവും മണവും ഇല്ലാതിരിക്കുക, രോഗാണുക്കൾ ഇല്ലാതിരിക്കുക, അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക, ആവശ്യത്തിനുള്ള ധാതു ലവണങ്ങൾ ഉണ്ടായിരിക്കുക, ഉപ്പ് രസം ഉണ്ടായിരിക്കുക. ഇത് തെറ്റാണ്. എന്താണ്? ആവശ്യത്തിനുള്ള ധാതു ലവണങ്ങൾ ഉണ്ടായിരിക്കുക ശരിയാണ്. ഇനി എന്താണ്? ഉപ്പ് രസം ഉണ്ടായിരിക്കുക, അത് തെറ്റാണ്. ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക, ഇതും ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി കുടിവെള്ളം പരിശോധിക്കാം. കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് താഴെ പറയുന്ന പ്രത്യേകതകൾ പരിശോധിക്കാൻ കഴിയും. എന്തൊക്കെയാണ് പരിശോധിക്കാൻ പറ്റുന്നത്? കുടിവെള്ളത്തിൻ്റെ നിറം, കുടിവെള്ളത്തിൻ്റെ മണം, ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഉണ്ടോ, അലേയ മാലിന്യങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ പറ്റും. ഇനി പരീക്ഷണം ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ് ലെൻസ്, ഫിൽട്ടർ പേപ്പർ, സാർവിക സൂചകം എന്നിവയൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജലത്തിൻ്റെ നിറം, മണം എന്നിവ എങ്ങനെ നിരീക്ഷിക്കാം? ഫിൽട്ടർ പേപ്പർ, ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിൻ്റെ ഏതെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും? ഇപ്പോൾ സാർവിക സൂചകം ഉപയോഗിച്ച് ജലത്തിന് ആസിഡ് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താൻ സാധിക്കും. ഇനി
കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ അത് ശുദ്ധീകരിക്കേണ്ടതല്ലേ? അപ്പോൾ ജലശുദ്ധീകരണ മാർഗങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. കുടിവെള്ള ശുദ്ധീകരണം എങ്ങനെയാണ്? കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്ന് ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ്, അരിച്ചുപയോഗിക്കാൻ സാധിക്കും. അതുപോലെ എന്താണ്, ശുദ്ധീകരണ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ മേന്മകളും പരിമിതികളും കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കുടിവെള്ളം തിളപ്പിക്കൽ. അപ്പോൾ കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും. അപ്പം നമ്മൾ ജലം എന്ത് ചെയ്യാം, 1 മിനിറ്റെങ്കിലും തിളപ്പിച്ചാൽ അതിലെ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യും, നശിക്കും. എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും. ഇനി അരിക്കൽ. ജലത്തിലെ അലേയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അടിയിക്കലുണ്ട്. ജലത്തിലുള്ള അലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ഇനി ക്ലോറിനേഷൻ ഉണ്ട്. ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ സാധിക്കില്ല. ഇനി ഡിസ്റ്റിലേഷൻ ഉണ്ട്. ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗത്തിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് എന്ത് ചെയ്യുന്നു, ശുദ്ധജലമാക്കുകയും ചെയ്യുന്ന മാർഗം. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കുട്ടികൾക്ക് ഉള്ള വർക്കാണത്. ഇനി മലിനീകരണം മണ്ണിലും. ചുവടെ നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കൂ. മാലിന്യം വലിച്ചെറിയൽ വിവരം നൽകിയാൽ 2500 രൂപ കിട്ടും. അപ്പോൾ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ നമ്മൾ പുറത്ത് പറഞ്ഞാൽ എന്താണ്, 2500 രൂപ പഞ്ചായത്ത് വഴി പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ചിലരുടെ ഇത്തരം ശീലങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വീട്ടിലെ മാലിന്യങ്ങൾ. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങൾ? നമുക്കറിയാം, പഴത്തൊലി, പച്ചക്കറി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, ഇതൊക്കെയാണ് മറ്റ് ജൈവ മാലിന്യങ്ങൾ. ഇതൊക്കെയാണ് വീട്ടിലുള്ള മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നിങ്ങൾക്കറിയാം. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴത്തൊലിയെപ്പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ? ഇല്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ല് കഷ്ണങ്ങൾ, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ തുടങ്ങിയവയെ വിഘടിപ്പിക്കാൻ മണ്ണിൻ്റെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല. ഇവയാണ് അജൈവ മാലിന്യങ്ങൾ. അപ്പോൾ ഈ അജൈവ മാലിന്യത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരും, ചില്ല് കഷ്ണങ്ങൾ, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ മുതലായവ അജൈവ മാലിന്യങ്ങളാണ്. മാലിന്യങ്ങളെ നമുക്ക് ജൈവ മാലിന്യങ്ങളെന്നും അജൈവ മാലിന്യങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അതിൽ ജൈവ മാലിന്യത്തിൽ വരുന്നതാണ് ഏതൊക്കെയാണ് വരുന്നത്? പഴത്തൊലി, അതുപോലെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ അതുപോലെ എന്താണ്, ഇലകൾ തുടങ്ങിയവയൊക്കെ എന്തിൽ വരുന്നതാണ്? ജൈവ മാലിന്യങ്ങളിൽ വരുന്നതാണ്. അജൈവ മാലിന്യങ്ങളിൽ വരുന്നത് പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ കുപ്പിച്ചില്ലുകൾ, ഇതൊക്കെ അജൈവ മാലിന്യങ്ങളിൽ വരുന്നതാണ്. ഇവയിൽ ഏത് തരം മാലിന്യങ്ങളാണ് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? അപ്പം മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നത് അജൈവ മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, രാസവസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്നു. CF ലാമ്പുകൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി, കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, മെർക്കുറി ഉണ്ട്, അതുപോലെ കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നു. കൂടാതെ CF ലാമ്പുകളുണ്ട്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറിയൊക്കെ എന്തിന് കാരണമാകുന്നു? നമ്മുടെ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്.
ഇനി വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാം. വീടുകളിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്? ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, CF ലാമ്പുകൾ, കടലാസ്, പേപ്പർ കപ്പ്, ചെരുപ്പുകൾ, ബാഗുകൾ, തുണികൾ, കീടനാശിനിയുടെ പാത്രം, പെയിൻറ് പാത്രം, പ്ലാസ്റ്റിക് ബാഗ്, പച്ചക്കറി മാലിന്യം, കാർഡ് ബോർഡ്, പാക്കിങ്, പ്ലാസ്റ്റിക് കപ്പ്, മൊബൈൽ ഫോൺ ബാറ്ററി, പ്ലാസ്റ്റിക് കുപ്പികൾ, സ്ഫടിക കുപ്പികൾ, ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ്, മാംസാവശിഷ്ടങ്ങൾ. ഇവയൊക്കെ എന്താണ്? നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ്. ഇനി ഇവയെ എന്താണ്? ചിത്രത്തിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ബിന്നുകളിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇതിൽ ജൈവമാലിന്യം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട്. ജൈവമാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം എന്നിങ്ങനെ തരംതിരിക്കാം. മാലിന്യങ്ങളെ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ചു. ഇനി വീട്ടിലും വിദ്യാലയത്തിലും നിങ്ങൾ ഈ രീതി അവലംബിക്കുക എന്നാണ് പറയുന്നത്. ഇനി മാലിന്യങ്ങളെ തരംതിരിച്ചതിന് ശേഷം അവയെ എന്താണ് ചെയ്യേണ്ടത്? മാലിന്യ സംസ്കരണം, ശാസ്ത്രീയ രീതികൾ. അപ്പോൾ ഇനി അടുത്ത മാലിന്യ സംസ്കരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മാലിന്യങ്ങളെ അവ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ, ഈ മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ സംസ്കരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യ ഘട്ടം. അപ്പോൾ മാലിന്യങ്ങൾ എന്ത് ചെയ്യുക? ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ ആദ്യ ഘട്ടം. ഇനി ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. അപ്പം നമ്മുടെ ജൈവമാലിന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളാക്കി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ ഈ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അപ്പോൾ ഈ ജൈവമാലിന്യങ്ങളൊക്കെ വിഘടിച്ചുണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന നൈട്രേറ്റുകൾ, ഫോസ്ഫേറ്റുകളും സൾഫേറ്റുകളും ആർക്ക് ആവശ്യമാണ്? സസ്യ വളർച്ചയ്ക്ക് ആവശ്യമാണ്, സഹായകമാണ്. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ജൈവമാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവവളമായി മാറുകയുള്ളൂ. അപ്പോൾ ജൈവമാലിന്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? സംസ്കരിച്ചാലേ അതെന്തായി മാറൂ? ജൈവമാലിന്യമായിട്ട്, ജൈവവളമായിട്ട് മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണം നടത്താം. അതിലൊന്നാമത്തെ എന്താണ്? മണ്ണിര കമ്പോസ്റ്റിങ്. അതുപോലെ രണ്ടാമത്തേത് വായു സമ്പർക്ക കമ്പോസ്റ്റിങ്. മൂന്നാമത്തേത് ജൈവവാതക നിർമ്മാണം. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജൈവമാലിന്യ സംസ്കരണം നടത്താം. ഇനി ഇതിൽ ആദ്യം പറഞ്ഞതാണ് മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. അപ്പം മണ്ണിര ഉപയോഗിച്ച് എന്ത് ചെയ്യും? മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കും. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റിൻ്റെ മേന്മയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ഉണ്ട്. ഇനി ഇവിടെ എന്താണ്? ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടുക്കി വച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് കണ്ടെത്താൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ജൈവവാതക നിർമ്മാണം, ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഓക്സിജൻ്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ അഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മാലിന്യത്തെ സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം ബയോഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കിതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നു, ഒപ്പം തന്നെ എന്ത് കിട്ടുന്നു? പാചകവാതകമായി ഉൽപ്പന്നമായി ലഭിക്കുന്നു. ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങളെ നമുക്ക് മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സംസ്കരിക്കാവുന്നതാണ്. ഇനി ഓരോ മാർഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്.
ഇനി കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും. അപ്പോൾ ഈ കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ അജൈവ മാലിന്യങ്ങളെല്ലാം ഒരുപോലെ സംസ്കരിക്കാൻ കഴിയുമോ? കനം കുറഞ്ഞ വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയില്ല. ഇനി കനം വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3Rs എന്ന് കേട്ടിട്ടില്ലേ? ഈ 3Rs എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗം കുറയ്ക്കുക, റെഡ്യൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക, റീയൂസ് പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക, റീസൈക്കിൾ. അതാണ് ഈ 3Rs എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതായത് ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗം വർദ്ധിപ്പിക്കുക, പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഈ 3Rs എന്ന് പറയുന്നത്. അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണ് ഈ 3Rs എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഭാഗമായും സംസ്കാരമായും മാറേണ്ടതുണ്ട്. അപ്പോൾ 3Rs നമ്മൾ പറഞ്ഞു. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ്, ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടവ. ഇനി R, റീയൂസ്, പുനരുപയോഗിക്കേണ്ടത്, അതല്ലെങ്കിൽ കൂടിയ ഗ്രേഡ് ഉള്ളവ മാത്രം. ഇനി റീസൈക്കിൾ, പുനഃചംക്രമണം ചെയ്യാവുന്നവ. അപ്പോൾ നമുക്ക് നോക്കാം. റെഡ്യൂസ്, നമ്മൾ ഉപയോഗം കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റുകൾ, മിനറൽ വാട്ടർ ബോട്ടിൽ, ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. ഇനി റീയൂസ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്? പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഇനി റീസൈക്കിൾ, ലോഹനിർമ്മിത വസ്തുക്കൾ, അതുപോലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനഃചംക്രമണം ചെയ്യാവുന്നവയാണ്. ഇനി ഹരിത കർമ്മസേനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിത കർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ഇനി പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ എന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങളുടെ പ്രദേശത്ത് വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. അതുപോലെ അടുത്ത നമ്മൾ മാലിന്യമുക്ത ഹരിത വിദ്യാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം. അപ്പോൾ ഉച്ചഭക്ഷണം മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്ത് ചെയ്താൽ മതി? നടപ്പിലാക്കേണ്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ഡസ്റ്റ് ബിൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റും. ഇനി കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിലെ എല്ലാവരുടെയും സഹായത്തോടെ നടപ്പിലാക്കാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ജലവും മണ്ണും വായുവും മലിനീകരിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോ മനുഷ്യൻ്റെയും എന്താണ്? കടമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാപ്റ്ററാണ്. നമുക്കൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഒരു മെസ്സേജാണ്. അപ്പോൾ ഇനി വിലയിരുത്താം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോ സന്ദർഭത്തിലും വായു മലിനീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായു മലിനീകരിക്കുന്ന സന്ദർഭങ്ങൾ: പൊടിപടലങ്ങൾ, ഖനനം ചെയ്യുന്ന ഖനന പ്രക്രിയകൾ, ഇന്ധനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുകകൾ, ഫാക്ടറികളിൽ നിന്നുള്ള പുകകൾ, ഇതൊക്കെ തന്നിട്ടുണ്ട്, വാഹനങ്ങളിൽ നിന്നുള്ളത്. ഇനി പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററുകൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിച്ച് കളയണം. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. അത് എന്താണ്? തെറ്റാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി റീസൈക്കിൾ ചെയ്യണം. പരമാവധി റീസൈക്കിൾ ചെയ്യാം.
ഇനി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി പുനരുപയോഗിക്കണം, അതും ശരിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം, അതും ശരിയാണ്. ഇനി സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് സമുദ്രജലത്തിൽ നിന്ന് ഡിസ്റ്റിലേഷൻ വഴി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജലം വേർതിരിക്കാൻ പറ്റും. ഇനി തുടർ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കുള്ള പരീക്ഷണങ്ങളാണ്. ചട്ടിയിൽ നനവുള്ള മണ്ണെടുക്കുക, പഴത്തൊലിയും പ്ലാസ്റ്റിക് കവറും ഒരേ സമയം ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ടൊക്കെയുള്ള പരീക്ഷണങ്ങൾ. ഇനി വാഹനങ്ങളും വായു മലിനീകരണവും പറഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണകൂടം നടപ്പാക്കുന്ന പദ്ധതികൾ ഇതൊക്കെയാണ് തുടർ പ്രവർത്തനങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 9ാമത്തെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്റർ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി ഇതിനു മുന്നുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ അത് കാണുക. ഓക്കെ, താങ്ക് യു.